ഏതൊരു കമ്പനിയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആവുന്നത് നമുക്കറിയാവുന്ന ആൾക്കാരെ എടുത്ത് നമ്മുടെ കൂടെ കൂട്ടി നമ്മളിൽ ട്രസ്റ്റ് ഉള്ള ആൾക്കാരെ നമ്മുടെ കൂടെ കൂട്ടി അങ്ങനെ ഗ്രോ ചെയ്യാനാണ്. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മേ ബി ആഫ്റ്റർ 5 or 6 പീപ്പിൾ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കാവുന്ന അങ്ങനെയുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് ഒക്കെ നോക്കിയായിരിക്കും നമ്മൾ എടുക്കുന്നത്, എല്ലാം ഒരു ട്രസ്റ്റിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ തന്നെ ആ ഒരു എംപ്ലോയി പെർഫോമൻസോ അല്ലെങ്കിൽ എംപ്ലോയി വർക്ക് ട്രാക്കിങ്ങോ എന്ന് പറയുന്നത് വളരെ മിനിമലായിരിക്കും. നമ്മളൊരു ജോലി ഒരാൾക്ക് കൊടുക്കുന്നു, അവരത് ചെയ്യുന്നു, തരുന്നു. അതിൻ്റെ സമയം കൃത്യമാണോ എന്നുള്ളതോ അല്ലെങ്കിൽ അയാളുടെ പ്രൊഡക്ടിവിറ്റി കറക്റ്റ് ആണോ എന്നുള്ളതൊന്നും നമ്മൾ ആ സമയത്ത് ബോധേഡ് അല്ല. ബട്ട് ആഫ്റ്റർ സം ടൈം നമ്മുടെ റവന്യൂ ഒക്കെ കുറച്ച് ഗ്രോ ചെയ്തു, നമ്മളൊരു പ്രോസസ് ഓറിയൻറ്റഡ് ആവാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളായിട്ട് വരും. അപ്പോഴാണ് ഒരു HR-ൻ്റെ ആവശ്യം, ഒരു പീപ്പിൾ മാനേജ്മെൻറ്റിന് ഒരാൾ വേണം എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്. അപ്പോഴും നമ്മൾ ഒരാളെ എടുക്കും, ഒരു HR എക്സിക്യൂട്ടീവിനെ എടുത്തു, അയാൾ നോക്കുന്നു, റിക്രൂട്ട്മെൻറ്റിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ നോക്കുന്നു, പേറോളൊക്കെ പോകുന്നതുണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ, ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. ലീവ് മാനേജ്മെൻറ്റ് ആൻഡ് അറ്റൻഡൻസ്, ഇത് രണ്ടും നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഒരു 50 എംപ്ലോയീസ് ആവുമ്പോഴത്തേക്കും ഈ ഒരാളെ കൊണ്ടും അത് പറ്റാതെയോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡേറ്റ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യേണ്ടതിൻ്റെയും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എംപ്ലോയി വന്നിട്ട് പറയുകയാണ് എനിക്ക് കഴിഞ്ഞ തവണ റേസ് കിട്ടിയില്ല, ഇത്തവണ എനിക്ക് റേസ് വേണം. അപ്പോൾ ഇയാൾ കഴിഞ്ഞ വർഷം എന്താണ് ചെയ്തത്, ഇയാൾക്കൊരു റേസ് കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കണം എന്നുള്ളതിനെ പറ്റി മാനേജ്മെൻറ്റിന് ഒരു ഐഡിയയും ഉണ്ടാവില്ല. ആ സിറ്റുവേഷനിൽ വരുമ്പോഴാണ് നമ്മളൊരു HR പ്രോസസ്സ് സെറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ കൺസോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ വന്നിട്ട് അവിടെ HR പ്രോസസ്സ് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് ഫ്രം സ്ക്രാച്ച് HR പ്രോസസ്സ് സെറ്റ് ചെയ്യും. റൈറ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് എൻ എംപ്ലോയി ടിൽ ദ സെപ്പറേഷൻ ഓഫ് ദ എംപ്ലോയി എൻഗേജ്മെൻറ്റ്, പേറോൾ ആൻഡ് കംപ്ലയൻസസ്, ഇതെല്ലാമുള്ള ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രോസസ്സ് സെറ്റ് ചെയ്യും. രണ്ടാമത്തത്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു പ്രോസസ്സ് ഉണ്ടാകാം, ബട്ട് അതൊരു റൂഡിമെൻ്ററി പ്രോസസ്സാണ്. ഒരു 50 ആൾക്കോ എംപ്ലോയീസിനോ 50 എംപ്ലോയീസിന് പറ്റുന്ന പ്രോസസ്സ് സ്യൂട്ടബിൾ അല്ല ഫോർ 150 എംപ്ലോയീസ്. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ നമ്മുടെ പ്രോസസ്സിന് മെച്യൂരിറ്റി കൂട്ടിക്കൊണ്ടുവരണം. ആ സ്റ്റേജിലെത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള പ്രോസസ്സ് അസസ് ചെയ്ത് അതിലുള്ള ഗ്യാപ്സ് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ച് അത് ഫില്ല് ചെയ്യുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ്സ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ HR-ലെ ഒരുപാട് പ്രോസസ്സുകളും ഈസി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാവുന്ന പ്രോസസ്സുകളാണ്. അതിന് തന്നെ ഇൻഡസ്ട്രിയിൽ നമുക്ക് മാർക്കറ്റിൽ വളരെ നല്ല HRMS സിസ്റ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് പറ്റുന്ന ഒരു HR സിസ്റ്റം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തെടുത്ത് അത് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി, ക്ലയൻറ്റിന് വേണ്ടി കോൺഫിഗർ ചെയ്ത് കൊടുക്കും. ഇത്രയാണ് നമ്മൾ HR പ്രോസസ്സിൽ ചെയ്യുന്നത്.